തോരേൻ്റെ മണം ഇപ്പോഴും കത്തിന്ന് വിട്ടുപോയിട്ടില്ല. ഡോയിട്ട്നാ ഡെയിലി രാവിലെ 4 വട്ടം വീഡിയോ കോൾ ഉണ്ട്. നേരത്തെ അരെ യാർ ചുപ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ചയാണ്. ഞാൻ വെച്ച് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. അപ്പോൾ എഴുന്നേറ്റപ്പോൾ ഭയങ്കര വെട്ടക്കുറപ്പ്. ഞാൻ പോയി ലൈറ്റും ഇട്ടു, കർട്ടനും തുറന്നിട്ടു. എന്നിട്ട് എന്നോട് കട്ടിലേ തന്നെ ഇരിക്കുകയാണ്. ബിക്കോസ് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്, എല്ലാവരും കുക്കിങ്ങിലാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നല്ല തിരക്കായിരിക്കും അടുക്കളയ്ക്കകത്ത്. എല്ലാവരും ഒരേ ടൈമിൽ കുക്കിങ്ങിന് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒരു വ്ലോഗ് പോലെ ആക്കാമെന്ന് ഞാൻ കരുതി. സോ ഞാൻ എന്തായാലും എഴുന്നേക്കട്ടെ, എഴുന്നേറ്റിട്ട് ബാക്കി കാണാം. ഓക്കെ, അങ്ങനെ എൻ്റെ ബെഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല വെളിച്ചം കയറുന്നൊരു ജനലൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ബെഡ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. എന്താ രാവിലെ തിന്നുന്നേ? നിന്നെ ഇല്ല വ്ളോഗാ. എന്താ രാവിലെ തിന്നുന്നേ? ഇതാണ് നിങ്ങൾ ആരും കാണാത്ത ദേവനന്ദിതേൻ്റെ യഥാർത്ഥ കോലം എന്നൊക്കെ. എന്താണ് താങ്കൾ രാവിലെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ വാവ്, ഞായറാഴ്ച നമുക്ക് രാവിലെ പുറത്തുനിന്ന് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല എന്നൊക്കെ. ഇല്ല, പല്ലേച്ചിട്ടില്ല, എഴുന്നേറ്റതേ ഉള്ളൂ. പിന്നെ കഴിച്ചു. ഓക്കെ, നമുക്ക് ബാ. എവിടെ? നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയാ? ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശരി എന്നാണ്. നീ ബാക്കി ആൾക്കാരിക്കണം. രാവിലെ ബ്രഷ് ചെയ്യാം. ക്യാമറ ഓണാക്കിയിരിക്കുന്നത് ഗോപികന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അവളെ ഇവിടുന്ന് പല്ലുപോലും തയ്ക്കാണ്ട് ഓടി രക്ഷപ്പെട്ടു. ഗോപികന്റെ നാട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവൾ ഓടി. ഇനിയിപ്പോൾ അവൾ വരട്ടെ എന്തായാലും. നമ്മുടെ പരിപാടി നമ്മളിനി അടുത്തത് ഫോൺസ് ഇട്ടിട്ട് മുഖം കരുകണം. വാട്ട് ഫോൺസ്? ഗോപികൻ്റെ അരി ഇന്ന് കഞ്ഞിയായിട്ടുണ്ട്. 3 വിസിലടിച്ച്. 3 ഹൈ ഫ്ലെയിമിലായിരുന്നു. കഞ്ഞിയായി കാണുമോ അറിയില്ല, നമുക്ക് പിന്നെ നോക്കാം. വ്ലോഗ് എടുക്കുന്നതിനിടയ്ക്ക് അടുപ്പിൽ അരി വെച്ചിട്ട് വിസിൽ പോകുന്നത് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നു. വാവ്, എന്തായാലും ഇതിലാട്ടെ. ഇന്നിപ്പോൾ നമുക്ക് എന്തായാലും കഞ്ഞിയെങ്കിലും കുടിക്കാൻ പറ്റുമായിരിക്കും, നോക്കാം. ഇവിടെ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? നീ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? ഇല്ല. എന്താ എത്ര ടൈം എടുക്കുന്നത് നീ കഴിക്കാൻ? അമ്മച്ചി എന്ത് രാവിലെ കഴിച്ചേ? ചപ്പാത്തി. അതെയോ? ഇവരെല്ലാം മറ്റേ ക്യാമറ കൊണ്ടിറങ്ങുമ്പോൾ ഇവർക്കൊക്കെ മറ്റേ പേടി സ്വപ്നം പോലെ. അയ്യോ വരുന്നുണ്ടല്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് കാര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഇവർക്ക് എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ. ബിക്കോസ് നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. വാവ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങളായിരിക്കും ഞാൻ ഒരുങ്ങി കെട്ടി വിടാമെന്ന്. ഇല്ല, രാവിലെ പല്ലേച്ച് കഴിയുമ്പോൾ തന്നെ കുറച്ച് ആഡംബരം കൂടും. അങ്ങനെ ഇപ്പം ജസ്റ്റ് ഒന്നും കൂടിയൊക്കെ എന്തെങ്കിലും വ്ളോഗ് എടുക്കല്ലേ ഇപ്പോൾ ഒന്ന് ഒരുങ്ങാമെന്ന് കരുതി. ശരിക്കും ഞാൻ ഞായറാഴ്ച ഇങ്ങനെ അല്ലടാ, ഇങ്ങനെ എല്ലാം കൂടി പിടിച്ചു വിട്ടൊരു കെട്ടിയിട്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കുന്നത് പരിഗണിക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ ഇട്ടു. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇപ്പോൾ അടുക്കളയിലേക്ക് കയറാനാണ് ഈ മേക്കപ്പ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം കടോലിയിൽ പോയി കഴിഞ്ഞപ്പോൾ ലിവർ കണ്ടായിരുന്നു. പക്ഷെ എനിക്കത് വെക്കാൻ അറിയത്തില്ല. പക്ഷെ ഞാൻ കോഴിക്കറിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ലിവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതെടുത്ത് തിന്നാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ വെച്ച് ഇത് മാത്രമായിട്ട് എങ്ങനെ വെക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനത് പൊട്ടിച്ച് വെള്ളത്തിലിട്ട് ഒരു സവാള അരിഞ്ഞും തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് ഞാൻ അയ്യോ എൻ്റെ വ്ളോഗ് എന്ന് ആലോചിച്ചത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷൻ കാണാം. ഞാൻ ഇപ്പോൾ ലിവർ കാണിച്ചു തരാം നിങ്ങളെ. നോക്ക് ഗൈസ്, ഇതാണ് ലിവർ. ഇത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ നമുക്ക് വഴിയെ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഞാനിവിടെ കുറച്ച് സവാള ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കട്ട് ചെയ്യാം.
ഞാൻ ഡെയിലി ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതാണ്, പക്ഷെ എന്തോ വ്ളോഗൊന്നും എടുക്കാൻ ഒരു മൂഡ് വരാറില്ല എന്നൊക്കെ. വാവ്, ഇങ്ങനെ മുടി കേൾക്കുമ്പോൾ കൊള്ളാമല്ലേ? സോ എന്തിലാട്ടെ, നമുക്കിപ്പം നമ്മളുടെ സവോള അരിയുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ വലിയ പ്രൊഫഷണൽ കുക്കൊന്നും അല്ല ഗൈസ്, പക്ഷെ അത്യാവശ്യം പട്ടിണിയില്ലാണ്ട് ഞാൻ ജീവിക്കും. കുക്ക് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് എന്ന് സാരം. നിങ്ങൾ വിചാരിക്കും എന്ത് വലിയ കത്തിയാണെന്ന്. ഞാൻ ദുബായിൽ വന്നു കഴിഞ്ഞിട്ട് ഓപ്പോളുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് റൂം മാറിയപ്പോൾ ആദ്യം വാങ്ങിച്ചത് ഈ കത്തിയാണ്. എനിക്കറിയത്തില്ല, ഞാനിത് കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ പിച്ചാത്തി ഒന്നും എനിക്ക് വേണ്ട, എനിക്കിത് കണ്ടു ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് മതി ഇത് മതി എടുത്തെടുത്തെടുത്തു സെറ്റ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങ് എടുത്തു. ഓക്കെ, ഈ കത്തിയില്ലേ, അത് പറയാൻ പറഞ്ഞു. ഈ കത്തി എടുക്കുമ്പം എനിക്ക് മറ്റേ ആട് സിനിമയ്ക്കകത്തെ അവൻ്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പണ്ട് കുഞ്ഞപ്പൻ്റെ കഴുത്ത് മുറിച്ചപ്പോഴോ കാല് മുറിച്ചപ്പോഴോ തെറിച്ച ഒരു ചോരേൻ്റെ മണം ഇപ്പോഴും ഈ കത്തിന്ന് വിട്ടുപോയിട്ടില്ല. കണ്ടോ, നല്ല സവാളേൻ്റെ മണമുണ്ട്. എന്തെങ്കിലും ആട്ടെ, ആ സിനിമ ഡയലോഗ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വ്ളോഗ് ഓണാക്കിയത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും സവാള അരിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞാനിവിടെ സവാള അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ദേവനന്ദ് ഇത് ഒരുങ്ങിയിട്ട് മിറാക്കിൾ ഗാർഡൻ പോകാൻ ഒരുങ്ങി. എൻ്റെ അടുത്ത് വന്നിട്ട് വെക്കുക, എടുത്തിൻ്റെ വ്ളോഗ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒരേ കഴിയുമ്പോൾ നീ ഇതൊന്നും എടുക്കത്തില്ലല്ലോ. അപ്പം ഞാൻ അവിടെ ഒന്ന് പ്രത്യേകം ഫോക്കസ് ചെയ്യാം. ഇതാണ് ദേവനന്ദ്. ഇത് ആ തോർത്തൊക്കെ മാറ്റി. എവിടേക്കാണ് പോകുന്നത്? മിറാക്കിൾ ഗാർഡൻ. എപ്പോ വരും തിരിച്ച്? തീരുമാനിച്ചിട്ടില്ല. പാവചേച്ചി ഉറങ്ങിക്കൊണ്ടിരിക്കുക. അതെയോ ഗൈസ്, നമുക്കിനിയിപ്പോൾ അടുത്ത വേറൊരാളെ കാണാം. ഇത് തസ്നി എന്നാണ് ചേച്ചീൻ്റെ പേര്. ചേച്ചി നല്ല ഉറക്കത്തിലാണ്, പക്ഷേ ഈ ദേവനന്ദ് ഇത് സമ്മതിക്കുന്നില്ല. ചേച്ചീനെ വ്ളോഗിൽ ഉൾപ്പെടുത്താനാണ് പറയുന്നത്. ചേച്ചി ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. തസ്നി ചേച്ചി പിന്നെ എപ്പോഴെങ്കിലും തസ്നി ചേച്ചി ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇത് ഞാൻ ഓക്കെ. ബൈ കുട്ടി, നിന്റെ ഡ്രസ്സ് നല്ല രസമുണ്ട്. തൂ കൊള്ളാം കേട്ടോ. ശരി എന്നാ, ഇതാണ് ഇവരുടെ മുറി. വാവ്, ആ ജനൽ പറഞ്ഞിട്ട് തസ്നി ചേച്ചി പെട്ടെന്ന് എണ്ണിച്ചോളും. ഇനി നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ ഗോപിക. അപ്പോൾ ഞാൻ ഇത്ര അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുക. അതും കൂടി കഴിഞ്ഞിട്ട് കാണാം. അതിനിടയ്ക്ക് എൻ്റെ കുട്ടി ഇവിടെ ദോശ ഉണ്ടാക്കുകയാണ് എനിക്ക്. വാവ്, സോ കൈൻഡ്. എന്തേ കാണിട്ട് നിൻ്റെ മോന്തോ? വാവ്, സോ കൈൻഡ്. ഇവിടെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കറി എന്താ? പൊടിയോ? എനിക്ക് ഓപ്പോള് പൊടി തന്നിട്ടാണ് മറ്റേ ദോശയ്ക്ക് ഇരുന്ന പൊടി ഒന്ന് എടുത്തേടി. നമ്മളന്ന് അത് ഉണ്ടാക്കാമെന്ന് കരുതി. ഇത് മറ്റേ എണ്ണയ്ക്കകത്ത് ചാലിച്ചിട്ട് നമുക്ക് ഇനി ഈ പൊടിയാണ് നമ്മളുടെ ദോശേൻ്റെ കൂടെ കഴിക്കുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മുടെ ദേവനന്ദിത അപ്പോൾ മിറാക്കിൾ ഗാർഡൻ പോവുകയാണ്. ബായ്. അല്ല പൊക്കോ, ഞാൻ എടുത്തോളാം. ഓടിക്കോ. എടുത്തോളാം. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ കരൾ. കാണുന്നുണ്ടോ നിങ്ങൾ? നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇത് ശരിക്കും എത്രത്തോളം കട്ട് ചെയ്യാൻ പറ്റൂടി? ഇങ്ങനെ ചെറുതാക്കായിരിക്കും അല്ലേ? അങ്ങനെ നമ്മളിതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഗോപികയുടെ ദോശയൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാൻ അരിഞ്ഞതും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ കറി വെക്കുന്നത് ഞാൻ വേറൊരു വ്ളോഗാക്കാം, ബിക്കോസ് നിങ്ങൾക്ക് കണ്ടിട്ടാണല്ലോ വലുത്. അപ്പോൾ ജസ്റ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇന്നത്തെ ദിവസം എന്താണോ ജസ്റ്റ് ഒരു ഫണ്ണി സൺഡേ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. കുക്കിംഗ് ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാമേ. സവോള, വെളുത്തുള്ളി, തക്കാളി, മുളക്, പിന്നെ കറിവേപ്പില. നിങ്ങളൊരിക്കും വെളുത്തുള്ളി എന്ത് ഇത്രയെന്ന്, പക്ഷെ എനിക്ക് വെളുത്തുള്ളിയുടെ കുറച്ച് അഡിക്ഷൻ കൂടുതലാണ്. ഇത്ര ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കരളി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇത്രയും സാധനങ്ങളുടെ സെറ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് രാവിലത്തെ ദോശയ്ക്ക് വേണ്ടിയുള്ള പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് സെറ്റാക്കാം. അപ്പോഴത്തേനും ഗോപികയോടെ അരിയൊക്കെ വാർക്കുന്നുണ്ട്.
പാത്രത്തിനകത്തേക്ക് നല്ല മണമുണ്ട് ഗൈസ്. എന്നിട്ട് ഇഡലിപ്പൊടി ചട്നിപ്പൊടി എന്നൊക്കെ പറയാം. കൊള്ളാം, നല്ല മണമുണ്ട്. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ഈ ചപ്പാത്തി മടക്കിയിട്ട് ദോശയിലേക്ക് വാങ്ങും. കുറച്ച് എണ്ണ ഒഴിക്കാം. സ്പൂൺ എടുക്കാൻ മറന്നു. സ്പൂൺ അവൾ അരി വറുത്തുണ്ട്. ഒരു സ്പൂൺ ഇങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രക്രിയ. സക്സസ്ഫുള്ളി we did it. ഒടുക്കത്തെ ടേസ്റ്റ്, പക്ഷെ കുറച്ച് ഡൈല്യൂട്ട് ആയിപ്പോയി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പൊടിയിടാം. ഒന്നരത്തിലെ കൈ മാത്രം വെച്ചിട്ട് ബാക്കിൽ നിന്ന് ഉപ്പെടുത്തലോടെ പോയിട്ടുണ്ട്. യെസ്, we did it. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രാവിലത്തെ ഫുഡ് ഇതാ. കാപ്പി ഉണ്ട്, കട്ടനുണ്ട്, ദോശയുണ്ട്, ആപ്പിൾ ഉണ്ട്. ഇതെൻ്റെ കുപ്പി, ഇത് അവളുടെ കുപ്പി, ഇത് അവളുടെ ഫുഡ്. ഇത് പിന്നെ രാവിലെ കഴിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പേ കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇന്നിപ്പോൾ അവള് ദേവനന്ദിത വാങ്ങിച്ച മസാല ദോശൻ്റെ സാമ്പാറും കുറച്ച് ചട്നിയുണ്ട്, പിന്നെ നമ്മുടെ മറ്റേ പൊടിയുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. Okay guys, I just want to introduce you someone. Srishti, come here. Oh, she's getting ready, okay? This is Srishti, and just say hi to my vlog. Hello. Hello. This is not right time to shoot, you know. Manchi. Yeah, it's okay. It's like our natural look, yaar. Yeah, it's our natural look. So Hello everyone. Hello everyone. Just say to like, share, and subscribe Munchbox. Say. Do it now. Love you, yaar. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബാക്കി കുക്കിങ്ങിലേക്ക് കടക്കാം. രാവിലത്തെ തീറ്റയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ചിക്കൻ വെക്കട്ടെ. അരെ ഐ ജസ്റ്റ് ബോട്ട് ദാറ്റ് liver. Yeah. And how it was? No, I didn't cook. I just trying to cook that first time. I'll just tell you. Okay. Yeah. I had a soup and the curry also. Okay, that's good. Soup was good, curry was not. You need to chew that more. No, That's not the parts. breast. Yeah, it's the like liver, no? It's breast, not liver. Breast. It is the breast and liver alle. Show me. Where is it? Sliver. What's that? Sliver. Liver, no, it's the parts. I don't know. Give me. Yeah. A little. If you could. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാം. അതിന് മുമ്പ് ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയട്ടെ. ഓക്കെ, നല്ല കിടിലനായിട്ട് നമ്മുടെ ലിവർ കറി ഇവിടെ ലിവർ വരട്ടി ഇതല്ലേ ഇത് കറി എന്ന് പറഞ്ഞൊക്കെ ഇതിനല്ലോ വഴറ്റി ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. ഒരു രക്ഷയില്ല. ഫോണിൽ കൂടി കാണുമ്പോൾ കുറച്ചും കൂടി കളർ മങ്ങിയാണ് ഇരിക്കുന്നത്, പക്ഷെ നല്ല റെഡ് കളറാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ എൻ്റെ ഫസ്റ്റ് പരീക്ഷണം നല്ല സക്സസ് ആയതുകൊണ്ടും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വഴറ്റി വെക്കുന്നത് കൊണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടും ഒരു രക്ഷയില്ല. 10 out of 10 ഒന്നും പറയാനില്ല. അതിനിടയ്ക്ക് നമ്മുടെ ഗോപിക ഇവിടെ പരിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗൈസ് നമ്മൾ ഗോപികേൻ്റെ പരിപ്പ്. അതിനിടയ്ക്ക് നമ്മുടെ തസ്നി ചേച്ചി ഹായ് ഗൈസ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറഞ്ഞ അങ്ങോട്ട് ഫസ്റ്റ് വ്ളോഗിൽ വന്നിട്ട് തസ്നി ചേച്ചി അല്ലേ പൊതപ്പൊക്കെ എടുത്തിട്ട് നല്ല കിടിലൻ പരിപ്പ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. തസ്നി ചേച്ചി പിന്നെ ഇന്നലെ ബിരിയാണി വെച്ച് രാത്രി എപ്പോഴും റൂമിലേക്ക് മണം വരുന്നുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു തന്നിട്ട് നോമ്പല്ലേ? ഓക്കെ. തസ്നി ചേച്ചിക്ക് നോമ്പാണ്. ചേച്ചി രാത്രിയിലെ ബിരിയാണിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഉച്ചക്കലത്തേക്ക്. ഇവിടെ നമ്മുടെ പരിപ്പ് കറി സെറ്റായിട്ടുണ്ട്. ഇനി ഈ പരിപ്പ് ഒഴിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ ചോറ് വെക്കാൻ. ഓക്കെ ചേച്ചി, പരിപ്പൊക്കെ ഒഴിച്ചിട്ട് വിളിക്കുക. അപ്പോഴത്തേനും ഞാൻ പോയി ക്ലാസ് കാണട്ടെ. ബൈ. ഇനി എൻ്റെ ക്ലാസ് കാണാനുണ്ട്. ഞാൻ ഇപ്പം ക്ലാസ്സൊക്കെ കാണട്ടെ. സോ പിന്നെ കാണാം. എന്തായാലും ഒരു 1 or 2 hour എടുക്കുമായിരിക്കും. ഇനിയിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കാണാനുണ്ട്. സോ
പിന്നെ കാണാം ഗൈസ്. ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ വേറൊരു അവതാരം കൂടി ഇവിടെ ഉണ്ടെന്ന്. ആ അവതാരം ഇപ്പോൾ റൂം മാറിയെന്ന്. ആ അവതാരത്തിനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. എന്റെ ഈ വേഷത്തിലെ വ്ലോഗ് എടുത്ത് ഇത് ഡെയിലി ഉള്ള പ്രക്രിയയാണ് ഈ വീഡിയോ കോൾ. ബിക്കോസ് ഇവിടെ നമ്മളോട് ആയിരുന്നു. പിന്നെ ഇവൾക്ക് കുറച്ച് ദൂരെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവള് സ്ഥലം മാറി പോവായിരുന്നു ചെയ്തത്. പക്ഷേ നമുക്ക് ആഴ്ച വരും. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞില്ല റമദാൻ ഉണ്ട്, അപ്പോൾ 4 days ഇവിടെ കാണും. വരുമ്പോൾ ഞാൻ നല്ല വിശദീകരിച്ച് കാണിക്കാം. അല്ലട കുട്ടാ. ഓക്കെ ബൈ. ഞാൻ ക്ലാസ് ആണ്. ഒരു നീണ്ട നേരത്തെ അരെ യാർ ചുപ്. ഓക്കെ ഗൈസ്, അപ്പോൾ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ കഴിക്കാൻ പോവാണ്. എൻ്റെ അപ്പുറത്തും ആൾ കഴിക്കുന്നുണ്ട്. പിന്നെ ടേബിളിൽ ഫുൾ അവളുമാർ കഴിച്ച് സാധനവും കൂടി ഇരിക്കുകയാണ്. അത് കാരണം എന്നെ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ടൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ കുറച്ച് നേരം ഞായറാഴ്ചയല്ലേ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 3:30-4 മണി എന്തോ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസ്റ്റ് എടുക്കാൻ സമയമില്ല. ബിക്കോസ് നമുക്ക് കുറേ പരിപാടി ബാക്കിയുണ്ട്. കുറച്ച് സ്കിൻ കെയർ ബാക്കിയുണ്ട്. തലയിൽ തൈര് വയ്ക്കണം, തല ഒന്ന് സെറ്റാക്കണം, എന്നിട്ട് കുളിക്കണം, എന്നിട്ട് കടയിൽ പോകണം, എന്നിട്ട് നാളത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്യണം. ഒരു ഞായറാഴ്ച എങ്ങനെ പോകുന്നെന്ന് പോലും അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നൊന്ന് സെറ്റ് ആവാനുള്ള പരിപാടി നോക്കാം.